മനുഷ്യൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത്? പഠിച്ചാൽ മാത്രമേ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ പേര് മദനൻ. ഞാൻ കൊഴലക്കുടിയിലെ ഏകാധ്യാപക സ്കൂളിലെ ടീച്ചറാണ്. കേരളത്തിലെ പല ആദിവാസി കുടികൾ, ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിവാസി കുടികളിലും വിദ്യാഭ്യാസം ലഭിക്കാതെ പോകുന്നു. അപ്പോൾ അവരിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴി എന്ന രീതിയിലാണ് ഏകാധ്യാപക സ്കൂളുകൾ സർക്കാർ നൽകിയിരിക്കുന്നത്. എൻ്റെ പേര് ബെറ്റി എന്നാണ്. കമ്പനിക്കുടി ഏകാധ്യാപക സ്കൂളിൽ ടീച്ചറാണ്. ഒരു 1.5 മണിക്കൂർ വേണം അവിടെ നടന്ന് കാട്ടിക്കട വന്ന് നടന്ന് ഇങ്ങോട്ട് വരാൻ. 17 വർഷത്തോളമായി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ആദ്യം ആനയൊക്കെ ഉണ്ടായിരുന്നു പോരുന്ന വഴിക്ക്. പന്നിയുടെയൊക്കെ മുമ്പിൽ വന്ന് പെട്ടിട്ടുണ്ട്. അന്നൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ പിള്ളേർ, കുട്ടികളുടെ പഠിക്കാനുള്ള ആഗ്രഹവും അറിയാനുള്ള ആഗ്രഹമാണ് ഇവിടെ എല്ലാ ദിവസവും പഠിപ്പിക്കാൻ വരാൻ പ്രചോദനം. എന്താണെന്നറിയാവോ? വീട്. അതെങ്ങനെ എഴുതുന്നത് മലയാളത്തിൽ? അത് ഞാൻ നമ്മളെ മലയാളത്തിൽ തന്നെ നമ്മുടെ മുതുവ ഭാഷയിലെ ലിപിയിൽ ഇതിൽ എഴുതാൻ പോവാം. അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? വീട് കെട്ടണം. മുതുവ ഭാഷ പറയുമ്പോൾ എങ്ങനെയാണ്? വീട് കെട്ടണം. ആദിവാസി കുടികളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ഏകാധ്യാപക സ്കൂൾ. എന്നാന്ന് വെച്ചാൽ 4 ക്ലാസ്സിലെ പിള്ളേരെ ഒരുമിച്ചിരുത്തി എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നു ഒരു ടീച്ചർ. പുറത്തു പോയി അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കൊച്ചു പിള്ളേരെ വിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്ക് വിദ്യാഭ്യാസം ഒരിക്കലും കിട്ടാതെ വരരുത്. ഞാനിവിടെ വന്ന കാലത്തെന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ വായിക്കാനും എഴുതാനും അറിയത്തില്ലാത്തൊരു കാലം. അത് കഴിഞ്ഞ് സാക്ഷരത വന്നു, പിന്നെ സ്കൂളുകൾ, പിന്നെ ഇവിടുത്തെ പിള്ളേർ തന്നെ പുറത്തു പോയി പഠിച്ച് അവർ അറിവുണ്ടായി ഇവിടെ വന്ന് ബാക്കി പിള്ളേരെ കൂടെ പഠിപ്പിക്കണമെന്ന് അവർ തന്നെ കാരണന്മാരോട് പറയും. വിദ്യ കൊണ്ടൊന്നും നേടാൻ സാധിക്കുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് സ്കൂളുകൾ പണിതു, കുട്ടികൾക്ക് മറ്റും പഠനോപകരണങ്ങളും ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതിനേക്കാളും ഇച്ചിരി മെച്ചപ്പെട്ട് നല്ലൊരു നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാനുള്ള ശ്രമത്തിലാണ്. പണ്ടൊക്കെ നമുക്ക് പൈസ ബുദ്ധിമുട്ടായതുകൊണ്ട് പിള്ളേരെല്ലാം പഠിക്കുന്ന ബുദ്ധിമുട്ട്, പിള്ളേർ എടുത്തെടുത്ത് ഉറവിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ സ്കൂള് വരുമ്പോൾ നമുക്ക് നല്ല സൗകര്യം. പണ്ട് ഞങ്ങളുടെ കാട്ടില് ഇതിനെല്ലാം നമുക്ക് അറിയത്തില്ലായിരുന്നു. വെളിനാട്ട് കാട്ടിൽ ഓടി ഒളിക്കും, നാട്ടിലൊക്കെ ഒരിക്കലേക്കുള്ളത് സംസാരിക്കും. നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും പോലെ ഇവർക്കും വിദ്യാഭ്യാസം അവകാശപ്പെട്ടതാണ്. അതവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പം ഞാൻ ഏകാധ്യാപക സ്കൂളിലെ അധ്യാപകനാണെങ്കിൽ എൻ്റെ കുട്ടികൾ ഒരു ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ പിന്നെ വലിയ സ്കൂളുകളിലെ ലെക്ചറായിട്ടോ അങ്ങനെയൊക്കെ ആ പൊസിഷനിലേക്ക് എത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടുന്ന് മുമ്പോട്ടുള്ള യാത്രയിൽ ഈ കുട്ടികൾക്കൊരു സഹായമാകുക എന്നുള്ളതാണ് ഞങ്ങളുടെയും സർക്കാരിൻ്റെയും ലക്ഷ്യം.